ഹായ് ഓൾ. ജോഗ്രഫിയുടെ കേരള യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയുടെ ഒരു ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഒരു പഴയതുമായിട്ടുള്ളൊരു തിയറിയാണ് പഠിക്കാൻ പോകുന്നത്, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി. ഇതൊരു പാടുള്ള തിയറി അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാളും ഒരു കഥ പോലെ കേട്ടിരിക്കാനും പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഈസി ആയിട്ട് കരുതിയാൽ മതി. നല്ല ഈസി ആയിട്ടുള്ളൊരു തിയറിയാണ്. നമ്മൾ ഇന്ന് കോണ്ടിനെൻസ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ കോണ്ടിനെൻസ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, അതെങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരു സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത തിയറിയാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തത് ആൽഫ്രഡ് വെഗ്നർ ആണ്. അദ്ദേഹം ഒരു ജർമ്മൻ മെറ്റീരിയോളജിസ്റ്റാണ്. കാലാവസ്ഥയാണ് അദ്ദേഹം മെയിനായിട്ട് പഠിക്കുന്നത്. പക്ഷേ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത തിയറി എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ്? കോണ്ടിനെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്നതാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത തിയറി. അദ്ദേഹം കോണ്ടിനെൻസിനെ കുറിച്ച് പഠിക്കണമെന്നായിരുന്നില്ല ഉദ്ദേശിച്ചത്. ഈ തിയറി 1912 പ്രപ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹം ക്ലൈമറ്റിക് ചേഞ്ചസ്, എന്തുകൊണ്ട് ഓരോ സ്ഥലത്തും വ്യത്യസ്ത ക്ലൈമറ്റ് എന്നുള്ള ആ ഒരു ക്ലൈമറ്റിക് ചേഞ്ചസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം നോക്കിയപ്പോൾ ലോകം മുഴുവനും ക്ലൈമറ്റ് വ്യത്യാസമാണ്. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ഈ ലോകത്തെ ക്ലൈമറ്റ് വ്യത്യാസമാകാനുള്ള 2 കാരണങ്ങളുണ്ടാകാം. അതിൽ ഒന്നായിട്ട് അദ്ദേഹം വിചാരിച്ചത്, കോണ്ടിനെൻസ് എല്ലാം അതുപോലെ എങ്ങനെയാണോ ഇന്ന് നമ്മൾ മാപ്പിൽ കാണുന്ന കോണ്ടിനെൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ അവിടെ അതേ ലൊക്കേഷനിൽ സ്റ്റാൻഡ് ചെയ്തു. പക്ഷേ ക്ലൈമറ്റിക് സോൺസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആവാം ക്ലൈമറ്റ് മാറി മാറി വരുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ച ഒരു രീതിയാണ്. വേറൊരു രീതിയും കൂടി അദ്ദേഹം ചിന്തിച്ചു, അങ്ങനെയും ആകാൻ സാധ്യതയുണ്ട് എന്ന്. അതായത് ക്ലൈമറ്റിക് സോൺ എല്ലാം അതുപോലെ എവിടെയാണോ നിന്നിരുന്നത് അതുപോലെ തന്നെ നിന്നു. പക്ഷേ കോണ്ടിനെൻറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി. അങ്ങനെ നീങ്ങിയത് കൊണ്ടാവാം കാലാവസ്ഥ വ്യത്യാസമായി വരുന്നത്. അങ്ങനെ 2 കാരണങ്ങളാണ് ലോകത്തിലെ കാലാവസ്ഥ വ്യത്യാസം വരാനായിട്ട് ഉണ്ടായ കാരണങ്ങളെന്ന് അദ്ദേഹം കരുതിയത്. എന്നിട്ട് അദ്ദേഹം തന്നെ വീണ്ടും ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹം രണ്ടാമത്തെ കാര്യമായിരിക്കും കുറച്ചുകൂടെ ശരി. അതായത് എന്താണ്? കോണ്ടിനെൻസ് മൂവ് ചെയ്തു, പക്ഷേ ക്ലൈമറ്റിക് സോൺസ് സ്റ്റേഷനറി ആയി തന്നെ നിൽക്കുകയും ചെയ്തു. ആ ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം ശരിയായിരിക്കാം എന്ന് കരുതിയത്. ഭൂമിയുടെ 3 ലെയർ സ്ട്രക്ചറിനെയാണ് വെഗ്നർ ബിലീവ് ചെയ്തത്. അത് നമുക്കിപ്പോൾ എർത്തിൻ്റെ സ്ട്രക്ചറൊക്കെ കറക്റ്റായിട്ട് അറിയാം. പക്ഷെ വെഗ്നർ ബിലീവ് ചെയ്ത എന്തൊക്കെയായിരുന്നു എർത്തിൻ്റെ സ്ട്രക്ചർ? സിയാൽ, സിമ ആൻഡ് നൈഫ്. നമുക്കറിയാം സിയാൽ എന്ന് പറയുമ്പോൾ സിലിക്കൺ ആൻഡ് അലൂമിനിയം ഏറ്റവും കൂടുതലുള്ള കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെയാണ് പറയുന്നത്. സിമ എന്ന് പറയുന്നത് സിലിക്കണും മെഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ള ഓഷ്യാനിക് ക്രസ്റ്റിനെ പറയുന്നു. NiFe നൈഫ് എന്ന് പറയുന്നത് നിക്കലും അയണും ഫെറം അതും കൂടി ചേർന്നിട്ടുള്ള എർത്തിൻ്റെ കോറിനെയാണ് പറയുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എർത്തിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു. സിയാലുണ്ടായിരുന്നു, സിമയുണ്ടായിരുന്നു, വേറൊരു ലെയർ നൈഫും ഉണ്ടായിരുന്നു. ഈ സിയാൽ എന്ത് ചെയ്തു? സിമയുടെ മുകളിലൂടെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ കോണ്ടിനെൻസ് എല്ലാം ഓഷ്യൻ്റെ മേളിലൂടെ ഫ്ലോട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് വെഗ്നർ അസ്യൂം ചെയ്ത് വെച്ചത്. അദ്ദേഹം പിന്നെ എന്താണ് പറഞ്ഞത്? ഈ ലോകത്ത് ഇന്ന് ഏതൊക്കെ കോണ്ടിനെൻസ് ഉണ്ടോ നമുക്കറിയാം. 7 കോണ്ടിനെൻസ് ഉള്ള കാര്യമൊക്കെ അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ കോണ്ടിനെൻസും എങ്ങനെയായിരുന്നു? ഒരു കാലത്ത് എല്ലാം കൂടി ചേർന്നിട്ടായിരുന്നു. അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് പാൻജിയ. ഈ ഇമേജ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, എല്ലാ കോണ്ടിനെൻസും കൂടി ചേർന്ന് ആ ഗ്രീൻ കളർ പോർഷനാണ്, അതിനെയാണ് പാൻജിയ എന്ന് അദ്ദേഹം വിളിച്ചത്. ദാറ്റ് മീൻസ് സൂപ്പർ കോണ്ടിനെൻറ്റ് ആണ് പാൻജിയ. ഈ ഒരു പാൻജിയയെ, അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ കോണ്ടിനെൻറ്റിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു? ഒരു ലാർജ് ഓഷ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പേരാണ് പാന്തലാസ. അപ്പോൾ ലാർജ് കോണ്ടിനെൻറ്റിനെ പാൻജിയ എന്നും അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഓഷ്യനെ പാന്തലാസായോ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയൊന്നുമല്ല, ഒരുപാട് മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുന്നെയാണ്. 200 വർഷങ്ങൾക്ക് മുന്നെയാണ് ഏകദേശം ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? 200 വർഷങ്ങളൊക്കെ ആയപ്പോൾ, ഈ 200 വർഷമല്ല 200 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഈ സൂപ്പർ കോണ്ടിനെൻ്റ് പാൻജിയ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി.
അപ്പോൾ ഈ ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് പാൻജിയ വാസ് സ്പ്ലിറ്റഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ലൗറേഷ്യയും ഗോണ്ട്വാന ലാൻഡ്, അങ്ങനെ രണ്ട് കോണ്ടിനെൻറ്റ്സ് ആയിട്ട് ഈ പാൻജിയ എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെൻ്റ് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് കോണ്ടിനെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഇടയിലുണ്ടായ സീയെ തെതിസ് സീ എന്നാണ് പറഞ്ഞത്. ലൗറേഷ്യ എന്ന് പറയുന്ന കോണ്ടിനെൻ്റ്, അതായത് ഇത് പാൻജിയ സ്പ്ലിറ്റായി നോർത്തിലേക്ക് പോയ ഭാഗത്തെ ലൗറേഷ്യ എന്നും സൗത്തിലേക്ക് വന്ന ഭാഗത്തെ ഗോണ്ട്വാന ലാൻഡ് എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ നോർത്തിലുണ്ടായിരുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഇന്ന് നമ്മൾ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ ഒക്കെ. അതുപോലെ ഗോണ്ട്വാന ലാൻഡിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങളാണ് സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, മഡഗാസ്കർ, പെൻസിലാർ ഇന്ത്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക തുടങ്ങിയവയൊക്കെ. പല കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമിയിൽ കോണ്ടിനെൻസിലുണ്ടായ ചേഞ്ചസ് ആണ് ഈ ഇമേജിൽ കാണുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ തിയറി ഇത്രയാണുള്ളത്. ആൽഫ്രഡ് വെഗ്നർ പ്രപ്പോസ് ചെയ്തു 1912. അദ്ദേഹത്തിൻ്റെ മേജർ എയിം ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുക എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്തുകൊണ്ട് ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റ് വ്യത്യാസമായിരിക്കുന്നു എന്നുള്ളതിന് ഉത്തരം തേടി പോയതാണ് അദ്ദേഹം. അതിന് അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ കോണ്ടിനെൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് സോൺസ് ആയിരിക്കാം മൂവ് ചെയ്തിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കോണ്ടിനെൻസ് ആണ് മൂവ് ചെയ്തതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അതിനൊരു തിയറി പ്രപ്പോസ് ചെയ്തു. ആദ്യം ഒരു മെഗാ കോണ്ടിനെൻറ്റും അതിനെ ചുറ്റി ഒരു മെഗാ ഓഷ്യനും ഉണ്ടായിരുന്നു. അതിനെ കോണ്ടിനെൻറ്റിനെ പാൻജിയ എന്നും ഓഷ്യനെ പാന്തലാസ എന്നും വിളിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം 200 വർഷങ്ങളോളം മില്യൺ വർഷങ്ങളോളം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ലൗറേഷ്യ എന്ന് പറയുന്ന നോർത്തിലെ ഭാഗവും ഗോണ്ട്വാന ലാൻഡ് എന്ന സൗത്തിലെ ഭാഗവും. ഇതിൽ രണ്ടിലും കുറേ കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത് ഇദ്ദേഹം ഇത് പറയാൻ കുറച്ച് ബേസസ് ഉണ്ടാവും. എന്ത് തിയറി പ്രപ്പോസ് ചെയ്യണമെങ്കിലും നമ്മൾ കുറച്ച് തെളിവുകൾ കാണിക്കണം. ഒരു കേസ് ജയിക്കണമെങ്കിൽ നമ്മൾ കോടതിയിൽ തെളിവ് കാണിക്കണം. അതുപോലെ തന്നെ ഈ ഒരു തിയറി ഒരിടത്ത് പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് ഇന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്നു എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഇതിനു വേണ്ടിയിട്ട് കുറച്ച് തെളിവുകൾ കാണിക്കണം. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ ഒരു തെളിവാണ് ജിക്സോ ഫിറ്റിംഗ്. അല്ലെങ്കിൽ നമ്മളറിയാം, കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന കളിപ്പാട്ടം, ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെയുള്ള കളിപ്പാട്ടം. അതുപോലെ തന്നെയാണ് ജിക്സോ പസിൽ എന്ന് അതിന് പറയും. അതുപോലെ തന്നെയാണ് ഇവിടെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു എവിഡൻസ് ആയിട്ട്, അതായത് നമ്മുടെ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ നല്ല ഫിറ്റായിട്ടത് ജോയിൻ ആക്കാൻ പറ്റും. അതാണ് ജിക്സോ ഫിറ്റിംഗ്, അല്ലെങ്കിൽ മാച്ചിങ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് എന്ന് പറയാം. That is, shorelines of Africa and South America facing each other have a remarkable similarity. ആഫ്രിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഷോർലൈൻസ് തമ്മിലുള്ള ആ ചേർച്ചയാണ് ജിക്സോ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ പറയാം മാച്ചിങ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് എന്നും പറയാം. അദ്ദേഹം ഈ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തപ്പോൾ മറ്റ് തെളിവുകളും പറഞ്ഞിട്ടുണ്ട് ഈ തിയറി കറക്റ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ വേറൊരു തെളിവാണ് റോക്സ് ഓഫ് സെയിം ഏജ് അക്രോസ് ഓഷ്യൻ. ഒരു കടലിൻ്റെ, നമുക്കറിയാം ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും തമ്മിൽ ഡിവൈഡ് ചെയ്ത് എസ് ഷേപ്പിൽ പോകുന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ടെന്ന് നമുക്കറിയാം ഇന്നത്തെ മാപ്പിൽ. പക്ഷേ ഇങ്ങനെയാണെങ്കിലും അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും കോസ്റ്റിൽ ഒരേ കാലഘട്ടത്തിലുണ്ടായ റോക്കുകൾ കാണപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബെൽറ്റ് ഓഫ് ആൻഷ്യൻ്റ് റോക്സ് ഓഫ് 2000 മില്യൺ ഇയേഴ്സ്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള കല്ലുകൾ ബ്രസീലിയൻ കോസ്റ്റിൽ നിന്നും ആഫ്രിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു കാലത്ത് ഈ രണ്ട് കോണ്ടിനെൻറ്റ്സ് ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിന് തെളിവാണ്. അല്ലാതെ ഇത്രയും കടലായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് കോണ്ടിനെൻറ്റ്സിനെയും ഒരേപോലെയുള്ള കല്ല് എങ്ങനെ വരും? ഇത് ഒരിക്കൽ ഒരുമിച്ചായിരുന്നു എന്നതിനുള്ള തെളിവാണ് എന്ന് അദ്ദേഹം ശക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു എവിഡൻസ് ആണ് ടില്ലൈറ്റ്. ടില്ലൈറ്റ് എന്ന് പറയുമ്പോൾ സെഡിമെൻ്ററി റോക്സ് ആണ്. ദേ ആർ ഫോംഡ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഗ്ലേഷ്യർ ഡെപ്പോസിഷൻ കൊണ്ടുണ്ടായ സെഡിമെൻ്ററി റോക്കുകളാണ് ടില്ലൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഗോണ്ട്വാന സിസ്റ്റം ഓഫ് സെഡിമെൻറ്റ്സ് മറ്റ് പല സദേൺ ഹെമിസ്ഫിയറിലെ ലാൻഡ് മാസസിലും കണ്ടുവരുന്നുണ്ട്. ഈ ഗോണ്ട്വാന സിസ്റ്റം ഓഫ് സെഡിമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ
ഒരു 286 to 360 മില്യൺ ഇയേഴ്സിൻ്റെയും 65 to 144 മില്യൺ ഇയേഴ്സിൻ്റെയും ഇടയിൽ ഉണ്ടായ ഫ്ലൂവിയൽ ഡെപ്പോസിറ്റുകളാണ് ഗോണ്ട്വാന സിസ്റ്റം ഓഫ് സെഡിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത്രയും കാലം പഴക്കമുള്ള സെഡിമെൻറ്റ്സ് ഇന്ത്യയിലും കാണപ്പെടുന്നുണ്ട്, അതുപോലെ മറ്റ് രാജ്യങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു സെഡിമെൻറ്റ് ഫോം ചെയ്ത സമയത്ത് ഈ കോണ്ടിനെൻറ്റ്സ് എല്ലാം ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത് സ്പ്ലിറ്റായി പോയത് എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. അടുത്ത അദ്ദേഹം പറഞ്ഞൊരു എവിഡൻസ് ആണ് പ്ലേഷ്യർ ഡെപ്പോസിറ്റ്സ്. പ്ലേഷ്യർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പ്ലേഷ്യർ ഡെപ്പോസിറ്റായിട്ട് കാണപ്പെടുന്ന ഒരു മിനറൽ ഗോൾഡാണ്. അതായത് ഒരു സോഴ്സ് റോക്ക് ഉണ്ടാവും, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പൊടിഞ്ഞ് എന്നിട്ടൊരു റിവറിൻ്റെയോ റിവറിലൂടെയോ എങ്ങനെയെങ്കിലും ഒഴുകി വന്ന് വേറൊരു സ്ഥലത്ത് ഇതിൻ്റെ ഡെപ്പോസിറ്റ് കാണും. പക്ഷേ അതിൻ്റെ സോഴ്സ് അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉള്ളൊരു റോക്കോ അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ കാണപ്പെടുന്ന ഡെപ്പോസിറ്റിനെയാണ് പ്ലേഷ്യർ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ തിയറിയിൽ ഒരു എവിഡൻസായി വന്നത്? ഘാന കോസ്റ്റിൽ, ആഫ്രിക്കയുടെ ഘാന കോസ്റ്റിൽ ഈ ഗോൾഡിൻ്റെ ഒരുപാട് പ്ലേഷ്യർ ഡെപ്പോസിറ്റ് കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഘാന കോസ്റ്റിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സോഴ്സ് റോക്ക് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലേഷ്യർ ഡെപ്പോസിറ്റ്സ് മെയിനായിട്ട് കാണപ്പെടുന്ന ഗോൾഡിലാണ് മെയിനായിട്ട് വരുന്നത്. ഒരു സോഴ്സ് റോക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്തുണ്ടാവും. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇത് ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് വാട്ടർ വഴിയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ വേറൊരു റിവറിലോ അങ്ങനെ എന്തെങ്കിലും കാണപ്പെടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഘാന കോസ്റ്റിൽ ഗോൾഡിൻ്റെ പ്ലേഷ്യർ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. എന്നാൽ അവിടെ ആ ഒരു പ്ലേഷ്യർ വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു റോക്കും കാണപ്പെട്ടിട്ടില്ല. ഇതിനേക്കാൾ അമേസിങ് ഫാക്റ്റായിട്ടുള്ള വേറൊരെണ്ണം അദ്ദേഹം പറയുന്നത് ഈ പ്ലേഷ്യർ ഡെപ്പോസിറ്റ്സ് വന്നിരിക്കുന്നത് ബ്രസീലിൽ നിന്നാവാം. കാരണം ബ്രസീലിൽ ഒരു സോഴ്സ് റോക്ക് ഉണ്ട്. അതിൽ നിന്നായിരിക്കാം കാലങ്ങൾക്ക് മുമ്പ് ഈ പ്ലേഷ്യർ ഡെപ്പോസിറ്റ് എവിടെ ഉണ്ടായത്? ഘാന കോസ്റ്റിൽ വന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഘാന കോസ്റ്റ്. ആഫ്രിക്കയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഘാന കോസ്റ്റ് നമുക്ക് കാണാം. അവിടെയാണ് ഗോൾഡിൻ്റെ പ്ലേഷ്യർ ഡെപ്പോസിറ്റ് കാണുന്നത്. പക്ഷേ അവിടെ സോഴ്സിന് ഒരു റോക്കില്ല. പക്ഷേ സൗത്ത് അമേരിക്കയുടെ ബ്രസീൽ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ എന്താണ്? ഒരു സോഴ്സ് റോക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ രണ്ട് കോണ്ടിനെൻസിനും ഇടയിൽ ഓഷ്യൻ ഉണ്ടെങ്കിലും ഒരു കാലത്ത് ഇത് രണ്ടും ഒരു കോണ്ടിനെൻ്റ് ആയിരുന്നു എന്നാണ് ഈ പ്ലേഷ്യർ ഡെപ്പോസിറ്റ് ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു എവിഡൻസ് ആണ് സിമിലാരിറ്റി ഇൻ ഫോസിൽസ് ആൻഡ് വെജിറ്റേഷൻസ്. ഈ 3 കോണ്ടിനെൻറ്റിലും കാണപ്പെടുന്ന ജീവികളുടെ ഫോസിലും അല്ലെങ്കിൽ ചെടികളുടെ വെജിറ്റേഷൻസിൻ്റെ റിമൈൻസും ഒക്കെയാണ് അടുത്ത അദ്ദേഹം പറഞ്ഞ മറ്റൊരു എവിഡൻസ് ആയിട്ട് വയ്ക്കുന്നത്. ഇതിൽ മെസോസൗറസ് എന്ന് പറഞ്ഞിട്ടൊരു ജീവിയെ നിങ്ങൾക്ക് കാണാം. ഇതൊരു ചെറിയ റെപ്റ്റൈലാണ്. ഇത് മെയിൻലി ബ്രാക്കിഷ് വാട്ടറിൽ അഡാപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ജീവിയുടെ സ്കെൽറ്റൻ മറ്റ് പല കോണ്ടിനെൻസിലും, ഒരു കോണ്ടിനെൻസ് മാത്രമല്ല, ഈ ഇമേജ് നോക്കുമ്പോൾ കാണാൻ പറ്റും പല കോണ്ടിനെൻസിലും വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഷാലോ വാട്ടറിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന, ഷാലോ ബ്രാക്കിഷ് വാട്ടറിൽ ജീവിക്കാൻ പറ്റുന്ന ഈ ജീവിയുടെ ഫോസിൽ മറ്റ് കോണ്ടിനെൻസുകളിലും കാണപ്പെട്ടു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു കാലത്ത് ഒരു ഓഷൻ ഇല്ലായിരുന്നു. ഈ കോണ്ടിനെൻസ് എല്ലാം സെയിം ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൽ കാണാം ഗ്ലോസോപ്റ്റെറിസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇമേജ് കാണുന്നുണ്ട്. അതും ഇതുപോലെയാണ്. ഇതിൻ്റെ വൈഡ്ലി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇന്ത്യയിലും സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഫാക്ലാൻഡ് ഐലൻഡ്സ് എന്നീ സ്ഥലങ്ങളിലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇത് ഒരു കാലത്ത് ഓഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇത്രയും വലിയ വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഈ തിയറി പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കോണ്ടിനെൻസ് എല്ലാം ഒരിക്കൽ ഒന്നായിരുന്നു. ഇനി ഈ കോണ്ടിനെൻസ് ഇങ്ങനെ മൂവ് ചെയ്യാനുണ്ടായ കാരണം എന്തൊക്കെയായിരിക്കും ഫോഴ്സ് എന്ന് അദ്ദേഹം പറയുന്നത് സണ്ണിൻ്റെയും മൂണിൻ്റെയും അട്രാക്ഷനും അല്ലെങ്കിൽ എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഫോഴ്സും അതാണ് ഈ കോണ്ടിനെൻസിനെ മൂവ് ചെയ്യിക്കാൻ കാരണമായത് എന്ന് അദ്ദേഹം പറയുന്നത്. ഇനി ഈ തിയറിയുടെ പോരായ്മകളായി പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റ് സയൻറ്റിസ്റ്റ് ഈ തിയറി കേൾക്കുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ആ തിയറി അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ള പോരായ്മകളാണ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. വെഗ്നർ പറഞ്ഞു എന്തൊക്കെയാണ്? സണ്ണിൻ്റെയും മൂണിൻ്റെയും അട്രാക്ഷനാണ് മെയിൻലി ഈ കോണ്ടിനെൻസ് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സണ്ണിൻ്റെയും മൂണിൻ്റെയും അട്രാക്ഷന് ഒരിക്കലും ഇത്രയും
വലിയ മാസ്സായിട്ടുള്ള രീതിക്ക് കോണ്ടിനെൻസിനെ ഡ്രിഫ്റ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റില്ല, അപ്പാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് മറ്റ് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ ഒരു ഇവാലുവേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരെണ്ണം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഇന്ന് മാപ്പ് നോക്കുമ്പോൾ അറിയാം, ആദ്യം പറഞ്ഞ ജിഗ്സോ ഫിറ്റ് ഏകദേശം ശരിയാണെങ്കിലും അങ്ങ് 100% ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ, അതായത് ആഫ്രിക്കയുടെ ഭാഗത്ത് വരുന്ന കോസ്റ്റും സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് വരുന്ന അറ്റ്ലാന്റിക്കിൻ്റെ കോസ്റ്റും സിമിലർ ആണെന്ന് നമ്മുടെ വെഗ്നർ പറഞ്ഞെങ്കിലും ഇന്ന് നമ്മൾ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സിമിലാരിറ്റി പറയാൻ പറ്റില്ല എന്നാണ് മറ്റ് സയൻറ്റിസ്റ്റ് ഇതിൻ്റെ ഒരു ഇവാലുവേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തു പറഞ്ഞാലും കോണ്ടിനെൻസിൻ്റെ ആ ഒരു ഫോർമേഷനെയും ഒക്കെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണിത്. പഠിക്കാനും വളരെ ഈസി ആയിട്ടുള്ള തിയറിയാണ്. അപ്പോൾ എല്ലാവരും ഈ തിയറി നന്നായിട്ട് പഠിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാവാത്ത പോർഷൻ ഇട്ട് കേട്ട് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ